ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് സർട്ടിഫിക്കറ്റ് കട്ടപ്പന നഗരസഭയ്ക്ക് ലഭിച്ചു. കട്ടപ്പന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യസ്ഥാപനങ്ങളുടെ ശുചിത്വവും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളും വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം ലഭിച്ചത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് സർട്ടിഫിക്കറ്റ് കട്ടപ്പന നഗരസഭയ്ക്ക് ലഭിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ടൗൺ ഒരു ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അത് ഫുഡ് ആൻഡ് സേഫ്റ്റി അതിനുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു നിലവാരം അല്ലെങ്കിൽ അവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ടൗണിൽ നടന്നു എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗത്തു നിന്നും 11 സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ സ്ഥാപനത്തിലെ ആളുകൾക്ക് പ്രത്യേക ട്രെയിനിങ് നൽകുകയും ചെയ്തു. ആ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യം പരിശോധന നടത്തുകയും ആ പരിശോധന ശരിയാണോ എന്നറിയാൻ വേണ്ടി വീണ്ടും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്ത് ആ പരിശോധനയുടെ എല്ലാ റിപ്പോർട്ടുകളും ഡൽഹിക്ക് നമ്മൾ അയച്ചു കൊടുത്തപ്പോഴാണ് ആ ഒരു റെക്കോർഡുകളുടെ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിങ്ങിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കട്ടപ്പന ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് കട്ടപ്പന എന്ന് പറയുന്നത് നാടിന് വലിയൊരു അഭിമാനമാണ്. അത് ഇവിടെ ഈ ഒരു സ്ട്രീറ്റിൽ മാത്രമല്ല, ഈ നഗരത്തിൽ എവിടെയും ആളുകൾക്ക് ലഭിക്കുന്ന ഫുഡ് ഏറ്റവും നിലവാരമുള്ളതാണ് എന്ന് പറയാൻ കഴിയുന്നു എന്നുള്ളത് ഒരു നാടിന് ലഭിക്കാവുന്ന വലിയൊരു അംഗീകാരം. ആ ഒരു നിലയിലേക്ക് നമ്മുടെ ഈ ഒരു മുനിസിപ്പാലിറ്റിയെ പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ അവസരോചിതവും അതോടൊപ്പം തന്നെ അവരുടെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ഈ ടൗണിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയും ഇതിൻ്റെ ഈ ഒരു നിലവാരം താഴെ പോകാതെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇത് ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നിലനിർത്തുന്ന ഒരു ടൗണാണ് കട്ടപ്പന എന്ന് അംഗീകാരം കിട്ടത്തക്ക നിലയിലേക്ക് നമുക്ക് കാര്യങ്ങൾ മാറ്റേണ്ടിയിരിക്കും. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബീന സിബി അധ്യക്ഷത വഹിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ സൈജു കെ രാമനാഥൻ പദ്ധതി വിശദീകരിക്കുകയും സർട്ടിഫിക്കറ്റ് നഗരസഭാ പ്രതിനിധികൾക്കും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കും കൈമാറുകയും ചെയ്തു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ എല്ലാ ഭക്ഷ്യസ്ഥാപനങ്ങളിലും പരിശോധന നടത്തി കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ജീവനക്കാർക്ക് പരിശീലനം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നിർദ്ദേശങ്ങൾ നടപ്പാക്കിയതായി ഉറപ്പുവരുത്തി ഓഡിറ്റിംഗും പൂർത്തിയാക്കി. സ്ഥാപനങ്ങളുടെ ശുചിത്വ നിലവാരവും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതും വിലയിരുത്തിയ ശേഷമാണ് ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചത്. താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ, HS ജിൻസിറിയക് എന്നിവർ സംസാരിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രതിനിധികൾ, വിവിധ ഭക്ഷ്യസ്ഥാപനങ്ങളുടെ ഉടമകളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇതിനകത്തിരുന്ന പുട്ടുപോലെ പുള്ളിയെടുക്കാലോ. എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈയോ? അതെന്നാ കുറിച്ച? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ
വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് കിട്ടും. ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. അമ്പടെ ജിഞ്ചിനാക്കിടി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന.